ഹായ് ഫ്രണ്ട്സ്, എജ്യൂത്രിസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ പറ്റിയാണ് പഠിച്ചത്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് 4 എണ്ണമാണ്. ADEK, അഡേക്ക് എന്ന് നമുക്ക് ഓർമ്മിച്ചിരിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനെ പറ്റിയാണ്. അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നാണ്. വെള്ളത്തിൽ ലയിക്കുന്നവ 2 കാറ്റഗറിയാണുള്ളത്, ജീവകം സിയും ജീവകം ബി കോംപ്ലക്സും. ഇതിൽ ആദ്യം നമുക്ക് ജീവകം സിയെ പറ്റി പഠിക്കാം. ജീവകം സിയെ ശാസ്ത്രീയമായി അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നു. ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ആഹാരം നാം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം സി. അതുകൊണ്ടാണ് ഫ്രൂട്ട്സൊക്കെ നമ്മളങ്ങനെ വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കണം, വെജിറ്റബിൾസ് കൂടുതലും പച്ചയ്ക്ക് കഴിക്കണം എന്ന് പറയുന്നത് ഈ ജീവകം സി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ജീവകം സിയെ നാം ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് പറയുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി. ഇനി ജീവകം സിയുടെ മറ്റൊരു സവിശേഷതയാണ് ജീവകം സി രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു ജീവകമാണ്. കോവിഡ് വന്ന സമയത്ത് കോവിഡ് പേഷ്യൻസിന് വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നാരങ്ങ വെള്ളം അധികം കുടിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവകം സിയുടെ ഇൻടേക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് കൂട്ടാൻ പറ്റും. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീരണത്തിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി. സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ, സിട്രസ് ഫ്രൂട്ട്സ് അതുപോലെ സിട്രസ് വെജിറ്റബിൾസിലൊക്കെ അധികം അടങ്ങിയിരിക്കുന്നത് ചീര അങ്ങനത്തെ വെജിറ്റബിൾസ്, പിന്നെ ഓറഞ്ച്, സ്ട്രോബെറി, നാരങ്ങ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം സി. ആൻറ്റി ക്യാൻസറസ് ഏജൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ് ജീവകം സി. ഇനി മറ്റൊരു പ്രധാന ക്വസ്റ്റ്യനാണ് പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകം. പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത ജീവകം ഏതാണ്? ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി. ഇനി നമുക്ക് അക്കാഡമിയുടെ ഏറ്റവും ചില ഓഫേഴ്സ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ക്ലാസ്സിലേക്ക് തിരികെ വരാം. കേരള PSCക്ക് വേണ്ടി അക്കാഡമിയിൽ പുതിയ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ഓഫർ എന്തെന്നാൽ 20% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഓഫർ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഏതിനായാലും ഞങ്ങളുടെ കോഡായ EDUTHRIST10 എന്ന കോഡ് യൂസ് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഈ ഓഫർ ഏപ്രിൽ 25 മുതൽ 28 വരെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നീറ്റ് UG, IIT JEE എക്സാമുകൾ, CBSE ക്ലാസ് 8 മുതൽ 12 വരെയുള്ള കോഴ്സസ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോൾ അക്കാഡമിയിൽ ഒരു പുതിയ ഓഫർ ലഭിക്കുന്നുണ്ട്. വെറും 299 രൂപയ്ക്ക് 45 ഡേയ്സ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. ഈ ഓഫർ ലഭിക്കുന്നതിനും ഞങ്ങളുടെ കോഡായ EDUTHRIST10 യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓഫർ ഏപ്രിൽ 23 മുതൽ 30 വരെ മാത്രമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരികെ വരാം. ജീവകം സിയുടെ അഭാവം മൂലം അല്ലെങ്കിൽ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവി എന്നാൽ നമ്മുടെ ഗംസ്, മോണയൊക്കെ ബ്ലീഡ് ആവുന്ന ഒരു തരം രോഗമാണ് സ്കർവി. അത് ആദ്യമായിട്ട് പണ്ട് കാലത്ത് അധികം കാണപ്പെട്ടിരുന്നത് നാവികരിലാണ്. അതുകൊണ്ട് തന്നെ നാവികരുടെ പ്ലേഗ് എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. നാവികർക്ക് ഈ വൈറ്റമിൻ സി ഫ്രഷായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും അധികം നാൾ കൊണ്ടുപോകാൻ പറ്റില്ല. അവരുടെ യാത്ര ഒത്തിരി നാളത്തേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് അവർക്ക് ഫ്രഷായിട്ട് നമുക്ക് കിട്ടത്തില്ല, ഈ ജീവകം സി കിട്ടത്തില്ല. അതുകൊണ്ടാണ് നാവികരുടെ പ്ലേഗ്, അതുവഴി അവർക്ക് ഈ സ്കർവി എന്ന ഡിസീസ് ഉണ്ടായി. അതുകൊണ്ട് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെട്ടിരുന്നത് സ്കർവിയെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ജീവകം സി രാസനാമം അസ്കോർബിക് ആസിഡ്. ആഹാരം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് ജീവകം സി. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും സിട്രസ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നു. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം സി. രോഗപ്രതിരോധ ശേഷി നൽകുന്ന ജീവകമാണ് ജീവകം സി. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീരണത്തിന് സഹായിക്കുന്ന ജീവകം സി ആണ്. ആൻറ്റി ക്യാൻസറസ് ഏജൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് ഉത്തരം. പാലിലും മുട്ടയിലും അടങ്ങിയിട്ടില്ലാത്ത ജീവകം ഏതാണ്? ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകം സി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി അല്ലെങ്കിൽ നാവികരുടെ പ്ലേഗ്. നാവികരുടെ പ്ലേഗ് ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഏതാണ്? ജീവകം സി.
വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ രണ്ടാമത്തെ ഗ്രൂപ്പ് ജീവകം ബി ആണ്. ജീവകം ബിയെ നാം ജീവകം ബി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. കാരണം അവയിൽ 8 തരത്തിലുള്ള ജീവകങ്ങൾ ഒറ്റ ഗ്രൂപ്പായിട്ടാണ് പറയുന്നത്. ജീവകം ബി കോംപ്ലക്സ് എന്നാണ്. ഇവയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് 1, 2, 3 അങ്ങനെയാണ്. എന്നാൽ തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ജീവകം B1, B2, B3, അത് കഴിഞ്ഞാൽ B5, B6, B7, പിന്നെ B9, അത് കഴിഞ്ഞിട്ട് B12 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേതാണ് ജീവകം B1. ജീവകം B1നെ ശാസ്ത്രീയമായി തയാമിൻ എന്ന് പറയുന്നു. ജീവകം B1നെ ശാസ്ത്രീയമായി തയാമിൻ എന്ന് പറയുന്നു. ജീവകം B1 ധാരാളമായി ലഭിക്കുന്നത് ധാന്യങ്ങളുടെ തവിടിൽ നിന്നാണ്. ധാന്യങ്ങളുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ജീവകം B1. അമിത മദ്യപാനികൾക്ക് മെഡിക്കലി കൊടുക്കുന്നതാണ്, മെഡിക്കലി സപ്ലൈ ചെയ്യുന്ന ഒരു ജീവകമാണ് ജീവകം B1. ജീവകം B1ൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. ജീവകം B1 കുറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു അസുഖമാണ് ബെറിബെറി. എന്നാൽ ബെറിബെറി എന്ന വാക്കിൻ്റെ അർത്ഥം ഐ കനോട്ട് എന്നാണ്. അപ്പോൾ ജീവകം B1 കെമിക്കലി അതിനെ നാം തയാമിൻ എന്ന് പറയുന്നു. തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ജീവകം B1. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ബെറിബെറി എന്ന വാക്കിനർത്ഥം ഐ കനോട്ട് എന്നാണ്. രണ്ടാമത്തെ ബി കോംപ്ലക്സ് വൈറ്റമിനാണ് ജീവകം B2. ജീവകം B2ൻ്റെ രാസനാമം റൈബോഫ്ലാവിൻ എന്നാണ്. ജീവകം B2നെ പറയുന്ന പേരാണ് റൈബോഫ്ലാവിൻ. ജീവകം B2നെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് വൈറ്റമിൻ ജി എന്നാണ്. വൈറ്റമിൻ ജി എന്ന് അറിയപ്പെട്ടിരുന്ന ജീവകം B2. ഇപ്പോൾ റൈബോഫ്ലാവിനാണ് രാസനാമം. വൈറ്റമിൻ ജി എന്നറിയപ്പെട്ടിരുന്നത് ജീവകം B2 ആണ്. ഇനി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഏൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ജീവകവും ജീവകം B2 ആണ്. ജീവകം B2 എന്തിൽ നിന്നൊക്കെ ലഭിക്കുന്നു? പാലുൽപ്പന്നങ്ങൾ, മുട്ട, കരൾ, മീൻ, ചീര, ബ്രോക്കോളി തുടങ്ങിയവയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് എ റൈബോഫ്ലാവിനോസിസ് എന്ന് പറയുന്നത്. എ റൈബോഫ്ലാവിനോസിസ് എന്ന് പറയുമ്പോൾ വായും തൊണ്ടയും ഒക്കെ ചുമന്ന് നീർക്കെട്ട് വരുന്ന ഒരവസ്ഥയാണ് എ റൈബോഫ്ലാവിനോസിസ്. അതിൽ വായുടെ വശങ്ങൾ വിണ്ട് കീറുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് കീലോസിസ് എന്ന്. ജീവകം B2ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് എ റൈബോഫ്ലാവിനോസിസ്, കീലോസിസ്. ഈ രണ്ടവസ്ഥയും ജീവകം B2ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ജീവകം B2 രാസനാമം റൈബോഫ്ലാവിൻ. വൈറ്റമിൻ ജി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ജീവകം B2. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം B2. ജീവകം B2ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എ റൈബോഫ്ലാവിനോസിസ്, കീലോസിസ് തുടങ്ങിയവ. ജീവകം B2 ലഭിക്കുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നും. മുട്ട, കരൾ, മീൻ, ചീര, ബ്രോക്കോളി തുടങ്ങിയവയിലെല്ലാം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B2. അടുത്തത് ജീവകം B3. ജീവകം B3യെ രാസപരമായി പറയുന്ന പേര് നിയാസിൻ എന്നാണ്, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നാണ്. നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ എന്നാണ് ജീവകം B3യുടെ രാസനാമം. രക്തചംക്രമണത്തിന് സഹായിക്കുന്ന ജീവകം B3. രക്തചംക്രമണത്തിന് സഹായിക്കുന്ന ജീവകം B3. ഇനി ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവകം B3. അപ്പോൾ ജീവകം B3യുടെ രാസനാമം നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ്. രക്തചംക്രമണത്തിന് സഹായിക്കുന്ന ജീവകം, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവകം എന്നെല്ലാം പറയുന്നത് ജീവകം B3യെയാണ്. ഇനി ജീവകം B3 എന്തിൽ നിന്നെല്ലാം ലഭിക്കുന്നു? പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം, ധാന്യങ്ങൾ എന്നിവയിലെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B3 അല്ലെങ്കിൽ നിയാസിൻ. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗമൊക്കെ ഭയങ്കര റഫായി പോകും. സ്കിന്നൊക്കെ ഡ്രൈ ആയി ഇങ്ങനെ പരുക്കനാകുന്ന ഒരവസ്ഥയാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവകം B3യെ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നും പറയുന്നു.
ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് പറയുന്നത് ജീവകം B3യെയാണ്. ജീവകം B3 നിയാസിൻ എന്നാണ് രാസപരമായി പറയുന്നത്, അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നും പറയുന്നു. രക്തചംക്രമണത്തിന് സഹായിക്കുന്ന ജീവകം B3. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജീവകം B3. പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം, ധാന്യങ്ങൾ എന്നിവയിലെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B3. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അതുകൊണ്ട് ജീവകം B3യെ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് പറയുന്നു. അടുത്തതായി ജീവകം B5. ജീവകം B5ൻ്റെ രാസനാമം പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. ഈ പാൻറ്റോതെനിക് ആസിഡിന് ആ പേര് വരുന്നത് ഗ്രീക്ക് പദമായ പാൻറ്റോ എന്ന വേർഡിൽ നിന്നാണ്. പാൻറ്റോ എന്ന് പറഞ്ഞാൽ എവ്രിവെയർ, എല്ലാത്തിലും അല്ലെങ്കിൽ എല്ലായിടത്തുമുള്ളത് എന്നുള്ള അർത്ഥമാണ്. അതായത് പാൻറ്റോതെനിക് ആസിഡ് നമുക്ക് ഏകദേശം എല്ലാ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും, അതായത് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ B5. ഇനി എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന ജീവകം B5. ചെറുകുടലിൽ ബാക്ടീരിയകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B5. ജീവകം B5 നമ്മുടെ ശരീരത്തിൽ തന്നെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B5. ജീവകം B5ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗത്തെ പരാസ്തീഷ്യ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടം രോഗലക്ഷണങ്ങളാണ് പരാസ്തീഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുമ്പോൾ ഒരു നമ്മുടെ ത്വക്കിനൊക്കെ ഒരു കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ് പരാസ്തീഷ്യ. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മസിൽ പെയിൻ, ഹെഡേക്ക്, തലകറക്കം, അതുപോലെ ഛർദി, ക്ഷീണം ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നാം പരാസ്തീഷ്യ എന്ന് പറയുന്നത്. ജീവകം B5നെ കെമിക്കലി പറയുന്ന പേര് പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. പാൻറ്റോ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പാൻറ്റോതെനിക് ആസിഡ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ജീവകോശങ്ങളിലും കാണപ്പെടുന്ന ഒരു ജീവകമാണ് ജീവകം B5. ചെറുകുടലിൽ ബാക്ടീരിയകൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B5. ജീവകം B5ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു കൂട്ടം സിംറ്റംസിനെ ചേർത്ത് പറയുന്ന പേരാണ് പരാസ്തീഷ്യ. അടുത്തത് ജീവകം B6. ഇതിൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ജീവകം B6ൻ്റെ രാസനാമം പിരിഡോക്സിൻ. പിന്നെ ജീവകം B6 കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഡെർമറ്റൈറ്റിസും മൈക്രോസൈറ്റിക് അനീമിയയും. ഈ 2 രോഗങ്ങളാണുള്ളത്, ഡെർമറ്റൈറ്റിസ്, മൈക്രോസൈറ്റിക് അനീമിയ. ജീവകം B6നെ പറയുന്ന പേരാണ് പിരിഡോക്സിൻ എന്ന്. ജീവകം B6ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ്, മൈക്രോസൈറ്റിക് അനീമിയ തുടങ്ങിയവ. അടുത്ത ജീവകം B7. ജീവകം B7ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ എന്നാണ്. ജീവകം B7നെ വൈറ്റമിൻ H എന്നും പറയപ്പെടുന്നു. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതും ജീവകം B7 ആണ്. അതുപോലെ ബയോട്ടിൻ എന്നാണ് ജീവകം B7ൻ്റെ രാസനാമം. വെസ്റ്റേൺ ബ്ലോട്ട്, എലൈസ ടെസ്റ്റ് തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം B7. എയ്ഡ്സിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റുകളാണ് വെസ്റ്റേൺ ബ്ലോട്ടും എലൈസയും ഒക്കെ. അങ്ങനെയുള്ള ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B7. ഇനി നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയകൾ ചെറുകുടലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകമാണ് ജീവകം B7. അപ്പോൾ നമ്മൾ ചെറുകുടലിൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന 3 ജീവകങ്ങളെ പറ്റി പഠിച്ചു. ജീവകം B7, B5, പിന്നെ ജീവകം Kയും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ചെറുകുടലിലെ ബാക്ടീരിയകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജീവകം B7 ബയോട്ടിൻ എന്ന് പറയുന്നു. ജീവകം B7ൻ്റെ മറ്റൊരു പേര് വൈറ്റമിൻ H ആണ്. വെസ്റ്റേൺ ബ്ലോട്ട്, എലൈസ തുടങ്ങിയ ടെസ്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു ജീവകമാണ് ജീവകം B7. ജീവകം B7ൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ വളർച്ച മന്ദീഭവിക്കൽ, പിന്നെ മുടി കൊഴിച്ചിൽ, പേശി പ്രവർത്തനങ്ങൾ നിയന്ത്രണാതീതമാകുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് ജീവകം B7ൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത്. അടുത്തതായി ജീവകം B9. ജീവകം B9ൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ്. ശാസ്ത്രീയമായി ജീവകം B9നെ ഫോളിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ജീവകം B9 ന്യൂക്ലിക് ആസിഡ്സ് ആയ DNA, RNA തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ജീവകമാണ് ജീവകം B9. രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ജീവകവും ജീവകം B9 ആണ്. ന്യൂക്ലിക് ആസിഡുകളുടെ നിർമ്മാണത്തിനും രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്. ജീവകം B9ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. സാധാരണയിൽ നിന്നും വലിപ്പം കൂടിയ RBCs ഉണ്ടാകുന്ന
കണ്ടീഷനെയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത്. ജീവകം B9 ഫോളിക് ആസിഡ് എന്ന് പറയുന്നു. ന്യൂക്ലിക് ആസിഡുകളുടെയും രക്തകോശങ്ങളുടെയും നിർമ്മാണത്തിന് സഹായിക്കുന്നു. അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇനി അവസാനത്തെ ജീവകം B12. ജീവകം B12ൻ്റെ രാസനാമം സയാനോ കൊബാളമീൻ എന്നാണ്. സയാനോ കൊബാൾ അമീൻ, അതായത് ഇവയുടെ സ്ട്രക്ചറിൽ ഒരു സയനൈഡ് ഗ്രൂപ്പും പ്രസൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഒരു കൊബാൾട്ടും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സയാനോ കൊബാൾ അമീൻ എന്ന് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം B12. സയനൈഡ് ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ജീവകം B12. ജീവകം B12ൻ്റെ രാസനാമം സയാനോ കൊബാൾ അമീൻ. ജീവകം B12ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെർനീഷ്യസ് അനീമിയ. പെർനീഷ്യസ് അനീമിയ എന്നാൽ നമ്മുടെ ചെറുകുടലിൽ വെച്ച് B12 ആഗിരണം ചെയ്യപ്പെടാതിരിക്കുകയും അതുമൂലം RBCയുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ജീവകം B12 സയാനോ കൊബാളമീൻ എന്നാണ് പറയുന്നത്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. സയനൈഡ് ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. ജീവകം B12ൻ്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. ഇനി നമുക്ക് എല്ലാ വൈറ്റമിൻസും ഒന്ന് ഓടിച്ചു നോക്കാം. വൈറ്റമിൻ A രാസനാമം റെറ്റിനോൾ എന്നാണ്. അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ. ഇനി വൈറ്റമിൻ B1 തൈമിൻ എന്നാണ് പറയുന്നത്. ബെറിബെറിയാണ് ഡെഫിഷ്യൻസി ഡിസീസ്. B2 റൈബോഫ്ലാവിൻ, റൈബോഫ്ലാവിനോസിസ് കൂടാതെ കീലോസിസും ഉണ്ട്. ഇനി വൈറ്റമിൻ B3 നിയാസിൻ, ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ, അതായത് ഡെഫിഷ്യൻസി ഡിസോർഡർ പെല്ലഗ്രയാണ്. ഇനി വൈറ്റമിൻ B5 പാൻഡോതെനിക് ആസിഡ്, പാരാസ്തീഷ്യയാണ് അഭാവം മൂലമുണ്ടാകുന്ന രോഗം. B6 പിറിഡോക്സിൻ, അഭാവം മൂലമുണ്ടാകുന്നത് അനീമിയ. B7 ബയോട്ടിൻ, ഡെർമറ്റൈറ്റിസ് ആണ് അഭാവം മൂലമുണ്ടാകുന്ന രോഗം. B9 ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 സയാനോ കൊബാളമീൻ, പെർനീഷ്യസ് അനീമിയയാണ് ഡെഫിഷ്യൻസി ഡിസീസ്. ഇനി വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നു. അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവിയാണ്. വൈറ്റമിൻ D കാൽസിഫെറോൾ എന്ന് പറയുന്നു. റിക്കറ്റ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോമലേഷ്യ, ഇവ രണ്ടും വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. വൈറ്റമിൻ E ടോക്കോഫെറോൾ, ഹീമോലൈറ്റിക് അനീമിയ, ഇൻഫെർട്ടിലിറ്റി, ഇത് രണ്ടും വൈറ്റമിൻ ഇയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. വൈറ്റമിൻ K ഫിലോക്വിനോൺ, ബ്ലീഡിംഗ് ഡയാസ്തീസിസ് എന്ന് പറയുന്നു, അതായത് ഹെമറേജ്, ക്ലോട്ടിംഗ് ഉണ്ടാവാത്ത അവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്, ബ്ലീഡിംഗ് ഡയാസ്തീസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾ ആവർത്തിച്ച് കണ്ട് പഠിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.